Assalamu alaikum warahmatullahi wabarakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. In the name of Allah subhanahu wa ta'ala, the most beneficent and the most merciful. Good morning, tomorrow's leaders, and a good morning to the daughters of Manjeri. ഞാൻ ഇൻ മൈ ഏർലി 20s പഠിക്കാൻ വേണ്ടി US പോയപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ ഹനീഫ എന്ന പേരുള്ള ഒരാളെ വീട്ടിൽ പോയിരുന്നു. ആൻഡ് ഹീ ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴേ അദ്ദേഹം എൻ്റെ ബോഡി ലാംഗ്വേജും കണ്ണൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, യു ആർ എ ഗ്രോയിങ് സ്റ്റാർ ഓഫ് ടുമാറോ. സോ അദ്ദേഹം എത്രത്തോളം ആ കണ്ടെക്സ്റ്റ് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് റിയലി സ്ട്രൈക്ക് ഓൺ മീ. ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ വാണ്ട് ടു ടെൽ യു ആൾ, നിങ്ങളെല്ലാവരും ഈസ് ദ സ്റ്റാർസ് ഓഫ് ടുമാറോ. ഈ നോബൽ വിമൻ എന്ന ക്യാമ്പസിന്റെ സീഡ് പ്ലാൻ ചെയ്ത ഈ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, അത് നിങ്ങൾക്ക് ഇന്ന് ആയിരക്കണക്കിന് ഇതുവരെ പഠിച്ചവരും പഠിക്കാത്തവരുമായ ഒരുപാട് പേര് അവരെ നർച്ചർ ചെയ്ത് സ്ലോലി ആൻഡ് ഷുവർലി മെയ്ഡ് യു ദി തിങ്ക് ചേഞ്ചേഴ്സ് ഓഫ് ടുമാറോ. They made it ready for the world. ഇതുപോലെ നിങ്ങൾ ഓരോ നാളെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേ ഓരോ ബിസിനസ്സുകാരന്മാർ ചെറിയ ചെറിയ തീരുമാനങ്ങൾ അവരെടുത്തതാണ് ഈ വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ. ഈ ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ടുമാറോ യു വിൽ ബി ഗ്രാജുവേറ്റഡ് ഓർ യു വിൽ ബി പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആൻഡ് യു വിൽ ബി ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്യാമ്പസ്. ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അതിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും വലിയ വലിയ ബിസിനസ്സായി വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഖമർ ആലം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടെ ഞാൻ എപ്പോഴും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഏത് എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയാലും എവിടെ പോയാലും അദ്ദേഹം മുകളിലോട്ട് നോക്കി എങ്ങനെയാണ് അവർ ഇത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവർ ഈ കർട്ടൻ കിട്ടിയത്, എപ്പോഴും അയാൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ അയാൾ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, ക്വാളിറ്റി എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ പഠിക്കുവിൻ, എന്നിട്ട് നിങ്ങൾ എഴുതി വെക്കുവിൻ, പേന കൊണ്ട് പഠിപ്പിച്ചവൻ, എന്നിട്ട് അല്ലമൽ ഖുർആനും മാലം യാലം, നിങ്ങൾക്കറിയാത്തതവൻ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നോക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക, എഴുതി വെക്കുക. ദെൻ ദൈവം തമ്പുരാന്റെ ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ ടീച്ച് യു വാട്ട് യു ഡോണ്ട് നോ. ഇനി ഞാനും നിങ്ങളെപ്പോലെ ഈ മഞ്ചേരിയിൽ ജനിച്ചു വളർന്ന് ഈ മഞ്ചേരിയിലൂടെ നടന്ന് എത്തിങ്ങാന സ്കൂൾ പഠിച്ചു വളർന്നവനാണ്. ഞാൻ പലപ്പോഴും കാണാറുള്ളത്, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക്, സ്പെഷ്യലി മലയാളീസ് ഓർ ഇന്ത്യൻസ്, നമുക്ക് 2-3 ഫാക്ടർ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. നമ്പർ 1 ഫാക്ടർ ഞാൻ കാണുന്നത് കംഫർട്ട് സോൺ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കില്ല, ഇനിയിപ്പോൾ ഞാൻ പഠിക്കുകയാണ്, എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, ഇനിയിപ്പോൾ വലിയൊരു സംരംഭത്തിന് വയ്യ, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട്, ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ അവിടെ പോകുന്നത്, അല്ലെങ്കിൽ നാളെ ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ എന്തിനു നേരത്തെ പോയി ഹെൽപ്പ് ചെയ്യുന്നത്, അതെനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടല്ലേ. ഇങ്ങനെ ഒരുപാട് കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ പുറത്തു പോകാൻ മടിയുള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളിൽ പലരും ചെയ്യാതിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിൻ ആക്ച്വലി മെയ്ഡ് ടു സ്റ്റേ ഇൻ എ സ്റ്റേബിൾ ഓർ എ സേഫ്റ്റി പ്ലേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചൂട് കിട്ടുമ്പോൾ നമ്മൾ കൈ വലിക്കുന്നതും. അപ്പം നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും നിങ്ങൾ ട്രിഗർ ചെയ്യും നോട്ട് ടു ഡു ഇറ്റ്. പക്ഷെ നമ്മൾ എപ്പോഴും അതിന് എഗെയിൻസ്റ്റ് പോയാൽ യു ക്യാൻ ഡു സംതിങ് ഫോർ ദ വേൾഡ്. നമ്മുടെ ബ്രെയിൻ ഈസ് ദ എനിമി ഓഫ് ദ ഗ്രോത്ത് ആൻഡ് മേക്കിംഗ് യു ടു സ്റ്റേ ഇൻ ദ കംഫർട്ട് സോൺ. രണ്ടാമത്തെ ഒരു കാര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ എപ്പോഴും ഒരു ഫീലിംഗ് ഇല്ല ഐ ക്യാൻ ഡു ഇറ്റ്. ചിലപ്പോൾ നമ്മളെ പാരൻസ് പറയും, മോള് പഠിക്കല്ലേ, എന്തിനാ നീ നോമ്പറക്കാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മോള് പഠിക്കല്ലേ, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഓ അത് നമുക്ക് പറഞ്ഞതല്ല, അവർ ബിസിനസ് ആൾക്കാരല്ലേ, അവർക്കേ കഴിയുള്ളത്. ഐ ക്യാൻ ഡു എന്ന് മാറിയിട്ട് ഹൗ ക്യാൻ ഐ ഡു എന്ന് ചിന്തിക്കണം. നാളെ ഈ കോളേജിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം ഉണ്ടാകും? ഇഫ് Zuckerberg can make a Facebook, why can't I make it? നിങ്ങൾ ആ ദൃഢനിശ്ചയത്തോടു കൂടി പോകണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ആൾക്കാർ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കും. എവറി സക്സസ്, എവറി ബിസിനസ്, എവറിത്തിങ് ഈസ് എ മൈന്യൂട്ട് വർക്ക് ഓഫ് സെവറൽ ഇയേഴ്സ് ഓർ ഡേയ്സ്. ഒന്നും ഓവർനൈറ്റ് അല്ല. യു ഹാവ് ടു കൺസിസ്റ്റന്റ്ലി വർക്ക് ഓൺ ദാറ്റ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഹി ലൈക്സ് not something you do right today, he likes something you do even if it is minor consistently. ദൈവം തമ്പുരാന് ഇഷ്ടം നിങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്നും ചെയ്യുന്നതാണ്.
എന്നും രാവിലെ എണീക്കുക സൂര്യോദയത്തിന് മുമ്പ്. എന്നും നിങ്ങൾ എണീറ്റാൽ നിങ്ങളെ വസ്ത്രം, എത്ര ആൾ നിങ്ങളിതിൽ ഇന്ന് രാവിലെ എണീറ്റ ശേഷം പുതപ്പ് മടക്കി വെച്ചു? എത്ര ആൾ നിങ്ങളിതിൽ ഇന്ന് രാവിലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെ കസേരയിലിട്ട് പോകും, ചില ആൾക്കാരെ ബെഡിലിട്ട് പോകും. ഇങ്ങനെ മൈന്യൂട്ട് കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻസ് മേക്ക് യു ദ നെക്സ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ. Back in the time, 1400 years ago, Khadija was the best businesswoman. She was very wealthy. Aisha was the scholar. She reported more than 2,000 hadiths. Where Lady Shifa, she was appointed by the Amir al-Mu'minin, Umar al-Khattab, for the chief of the market. So you ladies are ഒരിക്കലും വിചാരിക്കുന്നത് നിങ്ങൾക്ക് എഡ്യൂക്കേഷനും പിന്നെ പ്രൊഫഷണലും അല്ലെങ്കിൽ ഏതെങ്കിലും ചൂസ് ചെയ്യല്ല. യു ഹാവ് ടു എക്സൽ ഇൻ ബോത്ത്, ഇൻ യുവർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ യുവർ പ്രൊഫഷൻ ആൻഡ് യുവർ മോഡസ്റ്റി ആൾസോ. യു ഹാവ് ടു എക്സൽ ഇൻ എവറിത്തിങ്. 150 വർഷം മുമ്പ് കറണ്ട് കണ്ടുപിടിച്ചപ്പോൾ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് നടന്നത്. പക്ഷേ ഈ ചേഞ്ച് ഇന്നത്തെ എത്താൻ 150ഓളം വർഷമെടുത്തു. ഇന്ന് അതിനുശേഷം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോഴോ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചപ്പോഴോ ഇത്രയും ഡ്രമാറ്റിക് ചേഞ്ചിന് ഹ്യൂമാനിറ്റിയിൽ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഈ AI വന്നതിന് ശേഷം we are expecting a more changes in the life of the human what achieved in the last 150 years within the next 5 years. കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുവരെ ഹ്യൂമന് വന്ന മാറ്റത്തിനെക്കാട്ടിലും കൂടുതൽ ചേഞ്ചാണ് ഇനി നമുക്ക് അടുത്ത 5-10 വർഷം കൊണ്ട് വരാനുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, the time for the career is ended. നിങ്ങളെ ലോകം നോക്കുന്നത് ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ MBA ഡിഗ്രി കൊണ്ടോ അല്ല. നിങ്ങളെ ലോകം നോക്കുന്നത് വാട്ട് യു പ്രൊവൈഡ് ബാക്ക് ടു ദ വേൾഡ്. യൂസുഫ് അലിനെയും പിന്നെ രവി സാറിനെയും ജോയ് ആലിക്കാസിനെയൊക്കെ നിങ്ങൾ അറിയേണ്ടത് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, എത്ര എംപ്ലോയ്മെന്റ് അവർ കൊടുത്തു, എന്തൊക്കെ ബെനിഫിഷ്യൽ അവർ സൊസൈറ്റി കൊടുത്തു, കേരളത്തിന് കൊടുത്തു, നമ്മുടെ രാജ്യത്തിന് കൊടുത്തു, ലോകത്തിന് കൊടുത്തു എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. സോ ടൈം യു ടു സെർവ് ദ വേൾഡ് ഈസ് ഹൗ യു വെൽ നോട്ട് ബൈ യുവർ സർട്ടിഫിക്കറ്റ്. യു ഓൾവേസ് ഷുഡ് ഹാവ് എ മോഡ് ഓഫ് റിജക്ഷൻ. എപ്പോഴും റിജക്ഷൻ എന്നുള്ളൊരു മോഡ് നിങ്ങൾ മനസ്സിൽ വെക്കണം. ചില ആളുകൾ ഞങ്ങളുടെ വെരി അപ്സെറ്റ് ആയി പോകും, ജയിച്ചില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോ. ആ അപ്സെറ്റ് നിങ്ങൾ ഒഴിവാക്കിയുള്ള റിജക്ഷൻ മോഡ് എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കോളേജിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ മിക്കവാറും അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം ആ കോളേജിലോ അല്ലെങ്കിൽ അടുത്തുള്ള കോളേജിലെ ആവറേജ് പഠിക്കുന്ന കുട്ടീൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തു. എൻ്റെ കൂടെ പഠിച്ച നല്ല പഠിപ്പുള്ള ആൾക്കാരും മറ്റുള്ളവരുടെ ചില കമ്പനികളിൽ ജോലി ചെയ്തു. എന്നോട് എനിക്ക് 8ാം ക്ലാസ്സിൽ എത്തിങ്ങാന സ്കൂളിൽ നിന്ന് നളിനി ടീച്ചർ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട്, നീ ഒരു മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവാണ്. അന്ന് ഞാൻ അമ്പഴങ്ങ കൊണ്ടുവന്ന് വിറ്റപ്പോഴും മിഠായി കൊണ്ടുവന്ന് വിറ്റപ്പോഴൊക്കെ അതിലൊരു ആനന്ദം വേറെയായിരുന്നു. നിങ്ങളും GDPക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് ഇസ് നോട്ട് ഓവർനൈറ്റ് കമ്മിങ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴേ റോഡ് സൈഡിൽ നിന്ന് തേൻമുട്ടായി വിറ്റപ്പോഴേ എൻ്റെ കൂട്ടുകാരൻ ശ്രീനി പറഞ്ഞ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എഞ്ചിനീയറായ എൻ്റെ ബാപ്പ ഈ റോഡ് സൈഡിൽ നിന്ന് മുട്ടായി വെക്കാൻ സമ്മതിക്കുമെന്ന്. ആ ബാപ്പ എന്നെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അതൊക്കെ എന്നെ ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുണ്ട് GDPയിൽ. ഞാനിവിടെ കാളയാവ് ക്ഷേത്രമല്ലേ മേലാക്കത്തില്, അവിടെ 3 വർഷം പൂരത്തിന് ചായ നെയ്യപ്പം വിറ്റിരുന്നു. ഞാൻ എൻ്റെ കസിൻസും എൻ്റെ ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരുന്നു. അതൊന്നും പൈസക്ക് വേണ്ടിയില്ലാരെങ്കിലും അതൊക്കെ ഒരു ആനന്ദം കിട്ടിയിരുന്നു. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഷേപ്പ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ വലുതായപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ പൂള കപ്പ കൃഷി ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഡൽഹിയിൽ ഫ്ലൈ ചെയ്ത സമയത്ത് അവിടുന്ന് ഗ്യാസ് സ്റ്റവിൻ്റെ അടുപ്പ് വാങ്ങിയിട്ട് ഇവിടെ കുറെ നാട്ടിൽ വിറ്റിരുന്നു. ഇതൊക്കെ പൈസന്റെ ഉപരിയായിട്ട് നിങ്ങളുടെ GDPയിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അതുപോലെ നിങ്ങളും ഈ പഠനത്തിനിടയ്ക്ക് ടു ബി ദ നെക്സ്റ്റ് സക്സസ് യു നീഡ് ടു സ്റ്റാർട്ട് ട്രെയിനിങ് റൈറ്റ് നൗ. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം വാടകക്കാൻ ആരും വന്നു കഴിഞ്ഞാൽ 10-40 വയസ്സ് കഴിഞ്ഞാൽ അവർക്കൊരു ബിസിനസ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ, GDPയുടെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് ആ സ്ട്രെസ് എടുക്കാൻ കഴിയില്ല, അവരത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ചെറുകിട സംരംഭങ്ങൾ. ഇപ്പൊ നാളെ നിങ്ങൾ കല്യാണമുണ്ട്, ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ പോയി പറഞ്ഞൂടെ, ചമ്മന്തി ഞാൻ ഉണ്ടാക്കി തരാൻ, കോസ്റ്റ് തന്നാൽ മതി. അതൊക്കെ യു ആർ ബീങ് എ പാർട്ട് ഓഫ് ദ GDP. അടുത്ത പ്രാവശ്യം നിങ്ങളെ വീട്ടിൽ നോമ്പർക്കൽ അടുത്ത വീട്ടിൽ ഉണ്ടാകുമ്പോഴേ നെയ്യപ്പം ഞാൻ ഉണ്ടാക്കി തരാം, അതിന്റെ കോസ്റ്റ് തന്നാൽ മതി. സോ യു ആർ ആക്ച്വലി ട്രെയിനിങ് യുവർ സെൽഫ് ടു ബി ദ നെക്സ്റ്റ് സക്സസർ. ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് വരുന്നതല്ല. യു നീഡ് ടു പ്രാക്ടീസ് ഫ്രം ദ തിങ്. നമ്മുടെ വീട്ടിൽ പാരന്റ്സ് പറയുമ്പോഴല്ലോ നീ പഠിക്കണം, അത് ശരിയല്ല. യു ഹാവ് ടു ബി ബാലൻസ്ഡ് വേ. അല്ലെങ്കിൽ യു വിൽ ബി ടേൺ ടു എ ബുക്ക് വർക്ക്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. നിങ്ങൾ എന്തിനാ ഈ നോർമൽ കോളേജിൽ വന്നത്?
to provide a massive employer, to change your world. At least you people, at least the people of the novel, you should do that. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ വാണ്ട് ടു താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സമയത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ചാൻസ് ടു ടോക്ക് ടു യു ഓൾ. ആൻഡ് ഐ വാണ്ട് ടു താങ്ക് യു ദ എക്സലന്റ് പീപ്പിൾ, the chairman who give the visionaries to see this plan. I want to thank you, the principal who's steering your 1,000 students and the captain of the ship. And I want to thank you, the secretary who's giving the administrative skills. And I want to thank you, the treasurer, in the right time, in the right resources. Then I here declare that the inauguration is done for the 15th anniversary of your wonderful event. Thank you so much.